ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് റൂബിക്സ് ക്യൂബാണ്. 3x3 ആണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്കായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് വൈറ്റിന് ഓപ്പോസിറ്റ് യെല്ലോയും ഓറഞ്ചിന് ഓപ്പോസിറ്റ് റെഡും ദെൻ ഗ്രീനിന് ഓപ്പോസിറ്റ് ബ്ലൂ ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ഓപ്പോസിറ്റ് കളേഴ്സിലുള്ളൊരു ഗെയിമാണ് ഞാൻ പറയാം. അപ്പോൾ വൈറ്റും യെല്ലോ ആണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീനും ബ്ലൂ എടുക്കാം, ഓറഞ്ചും റെഡും എടുക്കാം. ഞാൻ അപ്പോൾ വൈറ്റും യെല്ലോ എടുത്തു. എന്നിട്ട് യെല്ലോയുടെ അല്ലെങ്കിൽ വൈറ്റിൻ്റെ സ്തംഭം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ യെല്ലോടത് എടുത്തു. യെല്ലോയുടെ ഈ ഭാഗത്തും വൈറ്റ് ആക്കുക. വൈറ്റ് കളർ നമ്മൾ വരുത്തുക. അത് നമ്മൾ ലോജിക്കായി അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു വൈറ്റിന് ഞാൻ ഇങ്ങോട്ട് മറിച്ച് കയറ്റി. അപ്പോൾ ഇവിടെ 2 വൈറ്റ് കിട്ടി. ഇനി ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, നമ്മൾ കയറ്റി. ഇപ്പോൾ ഒരു വൈറ്റ്, ഇനിയൊരു വൈറ്റും കൂടെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, കയറ്റി. അപ്പോൾ ഇവിടെ പ്ലസ് പോലെ 4 സൈഡിലും വൈറ്റ് വന്നു. ഇവിടെ ഉള്ളതൊന്നും നോക്കണ്ട, ഇവിടെ മൊത്തം വൈറ്റ് വന്നാലും വന്നില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് ഈ വൈറ്റ് ഇല്ലേ, ഈ വൈറ്റിൻ്റെ ഇവിടെ ഉള്ളൊരു റെഡ് നമ്മൾ റെഡിന് യോജിപ്പിക്കുക. ഇപ്പോൾ റെഡും മാച്ചിങ് ആയി. അത് മാച്ചിങ് ആയാൽ 2 പ്രാവശ്യം അടിയിലേക്ക് ഇറക്കുക. ബ്ലൂവും മാച്ചിങ് ആണ്. ഇവിടത്തെ അല്ല കേട്ടോ, ഈ വൈറ്റിൻ്റെ ആണ് ബ്ലൂ. അപ്പോൾ ഈ ബ്ലൂവും മാച്ചിങ് ആയി. അപ്പോൾ 2 പ്രാവശ്യം അടിയിലേക്ക് ഇറക്കുക. അപ്പോൾ ഈ വൈറ്റിൻ്റെ ഓറഞ്ചും മാച്ചിങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ മാച്ചിങ് ആയി എന്ന് വരില്ല, അപ്പോൾ നിങ്ങൾ മാച്ച് ചെയ്യേണ്ടതാണ്. അടിയിലേക്ക് ഇറക്കുക. അടുത്തത് ഗ്രീനും മാച്ചിങ് ആണ്, അടിയിലേക്ക് ഇറക്കുക. അപ്പോൾ അടിയിലേക്ക് ഇറക്കിയപ്പോൾ അടിയിലൊരു പ്ലസ് പോലെ കിട്ടിയിരുന്നു വൈറ്റിൻ്റെ. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഈ വൈറ്റിന് ഓറഞ്ച് കളറാണ്, വൈറ്റ് ഓറഞ്ച് ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ച് എവിടെയാണ് നോക്കുക. ഓറഞ്ചിൻ്റെ സൈഡ് ഇതാണ്, ഗ്രീൻ സൈഡ് ഇവിടെയാണ്, വൈറ്റ് അടിയിലാണ്. അപ്പോൾ ഗ്രീൻ സൈഡ് ഇവിടെയും ഓറഞ്ച് സൈഡ് ഇവിടെ ആയാൽ നമുക്ക് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് പൊക്കുക. ഗ്രീൻ സൈഡിൻ്റെ ഇത് താഴ്ത്തിയതാ ഈ കട്ട ഇവിടെ ആയി, ആ ഒരു സ്പേസ്. ഇനി അടുത്ത വൈറ്റ് എവിടെയും മേലെ ഉണ്ടാകും നോക്കുക. ബ്ലൂ ഉണ്ട്, ബ്ലൂ റെഡും ആണ്. അപ്പോൾ റെഡ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും ഏകദേശം, കാരണം റെഡ് ഇവിടെയും അവിടെ അങ്ങനെ ആവില്ല. ഇങ്ങനെ ആവും, കാരണം റെഡ് ഇവിടെയും ബ്ലൂ ഇവിടെയും മാച്ചിങ് ആയി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിക്കുക. റെഡ് ഇവിടെ, ബ്ലൂ ഇവിടെ, വൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലൂവിനെ ഇങ്ങനെ മാറ്റിയിട്ട് പൊക്കിയിട്ട് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇനി ഇതിങ്ങനെ മാറ്റിയിട്ട് പൊക്കിയിട്ട് വെക്കിയിട്ട് താഴ്ത്തി. ഇനി റെഡും ഗ്രീനും, അപ്പോൾ അത് റെഡും ഇവിടെ വരും, റെഡ് ഗ്രീൻ. എന്നിട്ട് ഇത് പൊക്കിയിട്ട് താഴ്ത്തുക. അപ്പോൾ ഒരുവിധം അടി നമുക്ക് മാച്ചിങ് ആയി കിട്ടി. 3 അടി ഇവിടെ മാച്ചിങ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഇവിടത്തേക്ക് വരുത്തണമെങ്കിൽ പൊക്കിയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് താഴ്ത്തിയ ഓറഞ്ചും ബ്ലൂ. അപ്പോൾ ഓറഞ്ചും ബ്ലൂ ഉള്ള സൈഡ് നമ്മൾ എടുത്തു. എന്നിട്ട് പൊക്കിയിട്ട് താഴ്ത്തുക. അപ്പോൾ ഫസ്റ്റ് ലെയർ എല്ലാതും ലെവലായി. എന്നിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട അടുത്ത സ്റ്റെപ്പാണിത്, ശരിക്കും കാണണം കേട്ടോ. ഓറഞ്ച് ഇത് രണ്ടും മാച്ചിങ് ആയ അതിൻ്റെ മേലുള്ള കളറാണ് ഗ്രീൻ. അപ്പോൾ ഇവിടെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇരിച്ചിട്ട് ഗ്രീൻ സൈഡ് പൊക്കുക. എന്നിട്ട് ആ വൈറ്റ് കളഞ്ഞിട്ട് താഴ്ത്തുക. അപ്പോൾ ആ വൈറ്റ് ഇവിടെ വരും. എന്നിട്ട് അപ്പോൾ തന്നെ അത് മാച്ചിങ് ആക്കിയ ഗ്രീനിന് ഇവിടെ ഒരു ബ്ലോക്ക് കിട്ടി, ഓറഞ്ചും കിട്ടി. ഇനി നെക്സ്റ്റ് ഒരു കളറ് യെല്ലോ പക്ഷേ ഇവിടെയാണ്, അത് നമ്മൾ എടുക്കരുത്. ഇവിടെയുള്ള ഈ 4 കളറുകൾ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ യെല്ലോ ഓറഞ്ചാണ്. ഇവിടെ ഈ 2 കട്ടമ്മേ എവിടെയെങ്കിലും യെല്ലോ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്, എടുക്കരുത്, തെറ്റും. ഇതിവിടെ ഇപ്പോൾ ഓറഞ്ച് ബ്ലൂ, അത് രണ്ടും ഈ 4 ഇതിലുള്ള കളറാണ്. ഓറഞ്ച് ഞാൻ മാച്ചിങ് ആക്കി, ബ്ലൂ ഈ ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ ആ ബ്ലോക്ക് തിരിച്ചു. ആ ബ്ലൂവിൻ്റെ സൈഡ് പൊക്കി താഴ്ത്തി, വൈറ്റ് പുറത്തേക്ക് ഇട്ട് താഴ്ത്തി. എന്നിട്ട് ഈ വൈറ്റ് ഞാൻ മൂവ് ചെയ്ത് യോജിപ്പിച്ചു. അപ്പോൾ ഈ ബ്ലോക്കും സെറ്റായി. അടുത്തൊരു കളർ നോക്കാം. അടുത്ത കളറൊന്നും അവൈലബിൾ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, തീരെ യോജിക്കാത്ത സൈഡ് എടുത്തിട്ട് പൊക്കുക വെറുതെ.
എന്നിട്ട് താഴ്ത്തിയിട്ട് വെറുതെ നമ്മൾ നേരത്തെ ഇക്വേഷൻ കാട്ടിയ പോലെ വെറുതെ കളഞ്ഞിട്ട് യോജിപ്പിക്കുക. അപ്പോൾ അതാ ഒരു പ്രശ്നമില്ല, ചിലപ്പോൾ ഒന്ന് വന്നിട്ടുണ്ടാവും. ഇല്ലല്ലോ, അതാ ഇവിടെ വന്നിട്ട് റെഡും ബ്ലൂവും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് നമ്മൾ യോജിപ്പിച്ചിട്ട് നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. ഞാൻ തിങ്ക് ചെയ്യാനുള്ള ടൈം വന്നിട്ട് ബ്ലൂ എങ്ങനെ തിരിക്കുകയാണ്. ഇതാ ഞാൻ പറയാം. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ച് ഇതാക്കി അത് യോജിപ്പിക്കുക. സിമ്പിളാണ്. 3 ഒക്കെ സിമ്പിളാണ്. 2 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ടഫ്. 3 സിമ്പിളാണ്. എന്താ അപ്പോൾ എല്ലാ മിക്ക സ്ഥലവും ഇവിടെ കൂടി ആവാറുള്ളൂ. അത് നമ്മൾ നോക്കുക. അതേപോലെ തന്നെ ഗ്രീനും യെല്ലോ ആണ്, അത് പറ്റില്ല. ഇതാ റെഡും ഗ്രീനും ഉണ്ട്, അത് പറ്റും. അപ്പോൾ അതാ റെഡ് യോജിപ്പിച്ച് ഗ്രീനാണ്, ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ച്. ഗ്രീൻ ഇവിടെയാണ്, അപ്പോൾ ഓപ്പോസിറ്റ് ഇവിടേക്ക് തിരിച്ചു. എന്നിട്ട് പിന്നെ ഗ്രീനിന് വേണ്ടിയിട്ട് ഗ്രീനിൻ്റെ സൈഡ് പൊക്കി വൈറ്റിനെ കളഞ്ഞു താഴ്ത്തി. ആ പോയ വൈറ്റിനെ തിരിച്ചും കണ്ട് തന്നെ വിളിച്ചു കൊടുക്കും. അപ്പോൾ അതാ സെക്കൻഡ് ലെയറും മാച്ചിങ് ആയി. ഇനി ചെയ്യേണ്ട കാര്യമാണ്, നമ്മളിങ്ങനെ ചെയ്താൽ ഒരു ജെ പോലെ കിട്ടും. ഒരു സ്മോൾ യെല്ലോ ജെ ആണ് കിട്ടുക. ജെ കണ്ടോ, ജെ. അത് ചിലപ്പോൾ എന്നിട്ട് ആ ജെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ സൈഡ് പൊക്കുക. ഇപ്പോഴും ജെ അവിടെയാണ്. എന്നിട്ട് ഈ സൈഡ് പൊക്കുക. എന്നിട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ട് ആ വൈറ്റ് അങ്ങോട്ട് പോയി താഴ്ത്തുക. ഇതാക്കി താഴ്ത്തുക. അപ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ കിട്ടും. ആ ലൈന് പാരലലായി പിടിച്ചിട്ട് ഒന്നും കൂടെ അങ്ങനെ ചെയ്യാം. സോറി, എന്താ ഇവിടെ പൊക്കി, ഇവിടെ പൊക്കി, ഇങ്ങോട്ട് പൊക്കി താഴ്ത്തി ഇതാ വൈറ്റിനെ യോജിപ്പിച്ചു. അപ്പോൾ നമുക്കൊരു പ്ലസ് കിട്ടും. പ്ലസ് കിട്ടിയാൽ പിന്നെ എളുപ്പങ്ങളായി കാര്യം. അപ്പോൾ ഇതാ നമുക്ക് ഇനി ഇവിടെ യോജിപ്പിക്കണം. ഇത് ഗ്രീനെ യോജിച്ചു, പക്ഷേ റെഡ് യോജിച്ചു, ഓറഞ്ചും ബ്ലൂവും യോജിച്ചില്ല. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിതാ ബാക്കിലും റൈറ്റിലാക്കി പിടിക്കാം. അപ്പോൾ റെഡ് ഞാൻ റൈറ്റിലും ഗ്രീനും ബാക്കിലാക്കി പിടിച്ചിട്ട് റൈറ്റ് സൈഡ് പൊക്കുക. എന്നിട്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഡൗൺ ചെയ്യുക. ഒന്നുകൂടെ തിരിക്കുക, പൊക്കുക, 2 പ്രാവശ്യം തിരിക്കുക, താഴ്ത്തുക. എന്നിട്ടൊന്ന് തിരിച്ചാൽ നമുക്ക് എല്ലാ സൈഡിൻ്റെയും കിട്ടും യോജിച്ചിട്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ പറയാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് മാച്ചിങ് ആണ്. കാരണം ഇവിടുത്തെ യെല്ലോ തൊട്ടടുത്താണ്, റെഡ് തൊട്ടടുത്താണ്, ബ്ലൂ ഇങ്ങനെ ഇതാ ആയിട്ടുണ്ട്. അപ്പോൾ അത് മാച്ചിങ് ആയ ആ സൈഡ് നിങ്ങളെ ലെഫ്റ്റ് പിടിക്കുക. ഈ സൈഡ് മാച്ചിങ് ആണോ നോക്കുക. ഇവിടെ ഗ്രീനും യെല്ലോ മാത്രമേ ഉള്ളൂ, ഓറഞ്ച് ഇതാ ഇവിടെയാണ് വരിക. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് പൊക്കുക, ഈ സൈഡ് പൊക്കുക, അല്ല ഈ സൈഡ് പൊക്കിയിട്ട് ഇങ്ങോട്ടാക്കുക, ഈ സൈഡ് പൊക്കിയിട്ട് ഇങ്ങോട്ട് വെക്കുക. ഇത് താഴ്ത്തുക, ഇതും താഴ്ത്തുക, യോജിച്ചു. അപ്പോൾ അതെ ഈ സൈഡ് മാച്ചിങ് ആയി. ഈ സൈഡ് അതേപോലെ തന്നെ മാച്ചിങ് ആയി കിടക്കുന്നുണ്ട്. ഈ സൈഡ് മാച്ചിങ് ആയി. ഇവിടെയൊക്കെ ഇതാ ഇത് ക്ലിയർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്നും ഇനി ചെയ്യണ്ട. ഇനി സിമ്പിളായി നിങ്ങളെ മെത്തേഡ്. ഈ മാച്ചിങ് ആവാത്ത 2 അടുത്തുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഇതാ സെൻറ്റർ നിങ്ങളെപ്പോഴും മാച്ചിങ് ആണോ തന്നെ നോക്കണം കേട്ടോ. ഇതാ സെൻറ്ററൊക്കെ മാച്ചിങ് ആണ്. എൻ്റെ ഒരു കളർ ഏകദേശം ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ കണ്ടത് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഇത് കയറി, ഇവിടെ ഒരു കട്ട് കയറി. എന്നിട്ട് അടുത്ത സ്ഥലം എടുക്കുക. റൈറ്റും കൂടി തിരിച്ചിട്ട് അടുത്ത സ്ഥലം എടുക്കുക. എന്നിട്ട് ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. എന്നിട്ട് പിന്നെ യോജിപ്പിക്കുക. സിമ്പിൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ റൂബിക്സ് ക്യൂബ് ഇതാക്കാൻ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. വെരി ഈസി മെത്തേഡ്.